വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പ്രായമായവരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ജീവിതത്തിൽ വില്ലനായി നിൽക്കുന്ന ഒന്നാണ് മുട്ടുവേദന. എന്തുകൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്? ഇത് കാരണം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണും വഴി മുട്ടുവേദനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഒപ്പം എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്? നേരത്തെ കൂട്ടി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായ എന്തെങ്കിലും ഒരു ഇഞ്ചുറി കാരണമോ മുട്ടിന് തേയ്മാനം സംഭവിക്കുമ്പോഴും ഒക്കെയാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്. ഇനി മുട്ടുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? രാത്രി ഉറക്കമില്ലായ്മ, ഉറങ്ങുമ്പോൾ തിരിയുകയോ മറിയുകയോ ചെയ്യുമ്പോൾ മുട്ടിൽ അതിഭയങ്കരമായ വേദന അനുഭവപ്പെടുക, നടക്കാൻ പറ്റാണ്ടാവുക, സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ട്, എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാണ്ടാവുക, ഇതൊക്കെയാണ് മുട്ടുവേദന വരുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇനി ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരമുണ്ടാക്കാം? ഇന്ന് 30 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരിൽ വരെ മുട്ടുവേദന കണ്ടുവരാറുണ്ട്. അപ്പോൾ മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയും പോലെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന മുട്ടുവേദന ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയോ ചെയ്താൽ ഒരു സെറ്റ് എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുട്ടുവേദന നമുക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ഇതൊരു സർജറി വരെ ചെന്നെത്തിയേക്കാം. അതുകൊണ്ട് മുട്ടുവേദനയുള്ള എല്ലാ ചെറുപ്പക്കാരും മുളയിലെ നുള്ളിക്കളയുക. തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ പോയി കൺസൾട്ട് ചെയ്യുക. ഇനി പ്രായം ചെന്നവരിൽ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അവരുടെ കാലിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവുകയും അവർക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അഥവാ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്താണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? നമ്മുടെ മുട്ടിൻ്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും റിമൂവ് ചെയ്ത് അവിടെ ഒരു ഇംപ്ലാന്റ് വെക്കുക. ഇതാണ് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. സർജറിയെ പറ്റി പറയാനാണെങ്കിൽ സർജറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടർ വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യുകയും നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെ പറ്റി ഒരു ക്ലാസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. അതിൽ ഒരു സെറ്റ് എക്സസൈസ് നമുക്ക് പറഞ്ഞു തരും. ഒപ്പം തന്നെ നമ്മളെ നടത്തിക്കുകയും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ നമ്മളെ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തന്ന എക്സസൈസുകൾ മുടങ്ങാതെ ചെയ്യണം. വീട്ടിൽ പോയിട്ടാണെങ്കിലും എക്സസൈസുകൾ ചെയ്യണം. ഒപ്പം നടക്കുകയും വേണം. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. നമുക്കുള്ളിൽ ഭയമുണ്ടാകും. നമ്മൾ എക്സസൈസ് ചെയ്യില്ല, നമ്മൾ നടക്കില്ല, നമുക്ക് കാല് വേദനിക്കും എന്ന് ഭയമുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, തെറ്റായി പോയി കഴിഞ്ഞാൽ ഇത് മുട്ട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമോ, ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ, സർജറി കഴിഞ്ഞ് ഇനി ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ എക്സസൈസ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ അത് തെറ്റാണ്. അവിടെയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ പോയാൽ ഉടൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഉടൻ തന്നെ ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇത്ര ആധികാരികമായി ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞാനൊരു ഡോക്ടറൊന്നുമല്ല. പക്ഷേ എന്നെ ഇത് സംസാരിക്കാനും ഈ വീഡിയോ ചെയ്യാനും എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അമ്മയ്ക്ക് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്മയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സായിരുന്നു. അമ്മയ്ക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നടക്കാൻ പോലും പറ്റത്തില്ല എന്നൊരവസ്ഥയായിരുന്നു.
നമുക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ വീഡിയോയിൽ അമ്മ നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അമ്മ ഒരു ബാലൻസ് ഇല്ലാണ്ടാണ് നടക്കുന്നത്. ഈ വീഡിയോ എടുത്ത് ഒരു വർഷം കൂടെയൊക്കെ ആയപ്പോഴേക്കും അമ്മയുടെ കണ്ടീഷൻ ഇതിലും വേഴ്സായിരുന്നു. ഇത്ര പോലും അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ അമ്മയെ ഞങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ച് കൈപിടിച്ച് കയറ്റാൻ ഞങ്ങളെ സഹായിച്ചത് ഈ നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി തന്നെയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അമ്മയെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് സർജറി കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് 1 വീക്ക് നമ്മൾ വാക്കർ വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ്. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം സ്റ്റിക്ക് കയ്യിൽ കൊണ്ട് നടക്കുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത്. അമ്മ പതിയെ സ്റ്റെപ്പ് കയറാനും സ്റ്റെപ്പ് ഇറങ്ങാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകൾക്കുമുള്ള ആൻസറാണ് ഈ വീഡിയോ. ഇതേ കണ്ടോ അമ്മ എത്ര മിടുക്കിയായിട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതെന്ന്. 4 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു സപ്പോർട്ടും കൂടാതെ നല്ല അലൈൻമെൻറ്റോട് കൂടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾ തിരിച്ച് ലൈഫിലേക്ക് കൈപിടിച്ച് കയറ്റി. വേദനയുള്ള എല്ലാവരും ഈ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ധൈര്യത്തോടെ പോയി ചെയ്യുക. യാതൊരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള എക്സസൈസുകളും ഒക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി കണ്ടിന്യൂ ചെയ്യുക. വിത്തിൻ 1 ഇയർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് 100% ഷുവറായിട്ടും തിരിച്ചു വരാൻ പറ്റും. എല്ലാവരെയും എല്ലാ അച്ഛനമ്മമാരും തിരിച്ച് ലൈഫിലേക്ക് നിങ്ങളുടെ പഴയ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോടുകൂടി കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി. ഇറ്റ്സ് ബൈ ഫ്രം ഷെൽ.